ഇന്ന് നമുക്ക് യു കെനെ കുറിച്ച് നോക്കാം. യു കെ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം യു കെ ഏത് യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന യൂണിവേഴ്സിറ്റിയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പേരൻസ് പലപ്പോഴും അത് ലണ്ടനിലാണോ, ലണ്ടനിൽ എവിടെയാണ്, നമ്മളിപ്പോൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ പേരായിരിക്കും പറയുന്നത്. പക്ഷേ അവരത് ലണ്ടനിൽ എവിടെയാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളതെന്നൊക്കെ പലപ്പോഴും ഞാൻ ചോദിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. യു കെ എന്ന് പറയുന്നത് മെയിനായിട്ട് 4 രാജ്യങ്ങളിൽ ആണ് ഉള്ളത്. യു കെയിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അതേപോലെ നോർത്തേൺ അയർലൻഡ്. ഈ 4 രാജ്യങ്ങളും ഒന്നിച്ച് ചേരുന്നതാണ് യു കെ എന്ന് പറയുന്ന ഈ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അപ്പോൾ ഇതിൽ മെജോറിറ്റി എല്ലാ സ്റ്റുഡൻസും പോകുന്നത് ഇംഗ്ലണ്ടിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികളിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. വെയിൽസിൽ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അതിനേക്കാളും കുറവാണ് യൂണിവേഴ്സിറ്റീസ് നോർത്തേൺ അയർലൻഡിലുള്ളത്. അപ്പോൾ ഇവരൊരു അസോസിയേഷനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് യു കെയിലുള്ള മറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. യു കെയിൽ ബേസിക്കലി നമ്മളുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. അതിൽ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാംസും അതേപോലെ തന്നെ 1 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ആണുള്ളത്. അത് തന്നെ ചില യൂണിവേഴ്സിറ്റീസ് ഇപ്പോഴും വിത്ത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു കെയിൽ നമുക്ക് വിത്ത് ആൻഡ് വിത്തൗട്ട് IELTS നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. യു കെയിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും വിത്ത് ആൻഡ് വിത്തൗട്ട് IELTS. പക്ഷേ അത് നിങ്ങളുടെ സ്ട്രിക്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ 12th എത്ര മാർക്ക് ഗെയിൻ ചെയ്തു, അതുപോലെ തന്നെ ആഫ്റ്റർ ഇപ്പോൾ മാസ്റ്റേഴ്സിന് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തു എന്നതിൻ്റെ പ്യൂർലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ വിത്ത് ആൻഡ് വിത്തൗട്ട് IELTS. പിന്നെ റീസെൻ്റ്ലി യു കെയിൽ ഒരുപാട് ചേഞ്ചസ് വന്നത് നിങ്ങൾക്കും അറിയാം. അതുപോലെ തന്നെ യു കെയിൽ അതേ ചേഞ്ചസിന് അനുപാതികമായിട്ട് യൂണിവേഴ്സിറ്റി മാർക്ക് റിക്വയർമെൻറ്റ്സിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ആദ്യം 55% ഓക്കെ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ 60-65% വരെ മാർക്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ യു കെയിൽ 2 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഇപ്പോഴും അതേപോലെ തന്നെ പോസിബിൾ ആണ്. അതുപോലെ തന്നെ മെയിനായിട്ട് ഏതെല്ലാം കോഴ്സസ് ആണ് യു കെയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കോഴ്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും തന്നെ യു കെയിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മാനേജ്മെൻറ്റ് തുടങ്ങി ലോ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവിടെ പോയി ലോ പഠിച്ചാൽ, ഇന്ത്യയിൽ ലോ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് അവിടെ പോയി മാസ്റ്റേഴ്സ് പഠിച്ചാൽ ഒരുപാട് ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ലോ. അതുപോലെ തന്നെ IT, അതേപോലെ തന്നെ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതേപോലെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, പിന്നെ അതേപോലെ സ്പോർട്സ് ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, പിന്നെ അതേപോലെ തന്നെ സൈക്കോളജി, നഴ്സിംഗ്, ഫാർമസി, ഈ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം യു കെയിൽ അവൈലബിൾ ആണ്. 3 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ഉണ്ട്. ഡിഗ്രി പ്രോഗ്രാംസിന് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല മാർക്കുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 95% അബോവ് +2 മാർക്കുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ വിത്തൗട്ട് IELTS വരെ നഴ്സിംഗിന് അവിടെ അഡ്മിഷൻസ് കൊടുക്കുന്നതുമാണ്. അതേപോലെ തന്നെ അവർക്ക് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് NHS രജിസ്ട്രേഷൻ കിട്ടാനും പോസിബിലിറ്റി ഉള്ള കോഴ്സസ് അവിടെ യു കെയിൽ അവൈലബിൾ ആണ്. യു കെയിൽ വൺസ് ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവർക്ക് ഇവരുടെ രജിസ്ട്രേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഓപ്ഷനും കൂടെ യു കെയിലുണ്ട്. മെയിനായിട്ട് നമുക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വന്നാൽ തന്നെ എന്തെല്ലാമാണ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉള്ളതെന്ന് നോക്കാം. IELTS, PTE, TOEFL, അതേപോലെ തന്നെ ഡ്യുവലിംഗോയും യു കെയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഡ്യുവലിംഗോ ആക്സെപ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാലും ഡ്യുവലിംഗോ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു കെയിലുണ്ട്. അതുപോലെ തന്നെ യു കെയിൽ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇയേഴ്സിന് മുകളിൽ വരെയുള്ള എഡ്യൂക്കേഷൻ ഗ്യാപ്പ് യു കെയിൽ പോസിബിൾ ആണ്. കാരണം പലപ്പോഴും നമ്മൾ കാനഡയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 5 ഇയേഴ്സിന് മുകളിൽ അക്കാഡമിക് ഗ്യാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഡിഗ്രിക്ക് ശേഷം ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊഫൈൽ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ യു കെയിൽ ആ പ്രോബ്ലം ഇല്ല. യു കെയിൽ നമുക്ക് 10 ഇയേഴ്സിന് മുകളിലും നിങ്ങളുടെ പ്രോപ്പർ നല്ല പ്രൊഫൈൽ, നല്ല മാർക്കുള്ള പ്രൊഫൈലാണ്, അത്യാവശ്യം വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ഉള്ള പ്രൊഫൈലാണെങ്കിൽ നമുക്ക് യു കെ ഡെഫിനറ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൻ പോസിബിലിറ്റീസ് ഓഫ് വിത്തൗട്ട് IELTS നിങ്ങൾക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ യു കെയിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സുകളും ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ കോഴ്സുകൾ ആ ഇന്റേൺഷിപ്പിന് വളരെ ചെറിയ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. നോർമലി യു കെയിൽ 1 ഇയർ ആണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എങ്കിൽ ഇന്റേൺഷിപ്പ് ഉള്ള പ്രോഗ്രാം 18 to 24 months വരെ ഇന്റേൺഷിപ്പ് ഉള്ള പ്രോഗ്രാംസും ഇപ്പോഴും യു കെയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. യു കെയിൽ
IELTS ഇല്ലാത്ത സ്റ്റുഡൻസിന് നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച പിള്ളേർക്ക് MOA ബേസിലും ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS വേവർ ചെയ്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ അപ്ലൈ ചെയ്യാനും ഉള്ള പോസിബിലിറ്റി UK-യിലുണ്ട്. ഇനി നമുക്ക് ഡോക്യുമെൻറ്റേഷൻ സൈഡ് നോക്കാം. ബേസിക്കലി UK-യിലേക്ക് വരേണ്ടത് നമ്മളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10th 12th അതേപോലെ അവരുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, 2 ടീച്ചേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ, ഇനി MOA ആവശ്യമുള്ളതാണെങ്കിൽ MOA, പിന്നെ പാസ്പോർട്ട്, ബയോഡേറ്റ, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. UK-യിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആപ്ലിക്കേഷൻ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അവർ ഒരു ആപ്ലിക്കേഷന് പോലും ഒരു യൂണിവേഴ്സിറ്റീസ് പോലും ചാർജസ് എടുക്കുന്നതല്ല. നമുക്ക് ഓഫർ ലെറ്റർ വന്നതിന് ശേഷം ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സും കണ്ടീഷൻസും അനുസരിച്ച് മീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ UK-യിൽ ലിവിങ് എക്സ്പെൻസ് 28 ഡേയ്സിൻ്റെ നമുക്ക് FD ആയിട്ടോ അതേപോലെ തന്നെ സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ആയിട്ടോ കാണിക്കാവുന്ന സൗകര്യങ്ങളും UK-യിലുണ്ട്. UK അതേപോലെ തന്നെ സ്റ്റേ ബാക്കിന് ശേഷം നമുക്ക് അവിടെ ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ച്, ഇനിയിപ്പോൾ സ്റ്റേ ബാക്ക് എടുക്കണമെന്ന് തന്നെ നിർബന്ധമില്ല, നമുക്ക് പഠിത്തം കഴിയുമ്പോൾ നമുക്കൊരു സ്പോൺസറിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് 5 years ഓഫ് വർക്ക് വിസയിൽ നിന്നാൽ നമുക്ക് PR കിട്ടാനും പോസിബിലിറ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ് UK. കണ്ടിന്യൂസ് ആയിട്ട് കുറേ റൂൾസ് ചേഞ്ചസിൻ്റെ കുറേ റൂമേഴ്സ് വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ UK-യിൽ പോകുന്നത്. 2 years ഓഫ് സ്റ്റേ ബാക്ക് എടുത്ത് കളയുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയായിട്ടും അങ്ങനെയുള്ളൊരു നിയമമാറ്റം വന്നിട്ടില്ല. അതുമാത്രമല്ല UK-യിലെ പല യൂണിവേഴ്സിറ്റീസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എപ്പോഴും യൂണിവേഴ്സിറ്റീസിൻ്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. സോ UK കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റിയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് അവിടെ എങ്ങനെ സെറ്റിൽ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. ഞങ്ങളെ ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഞങ്ങൾക്കും അത് വളരെ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ഒരു അപ്കമിങ് വീഡിയോ ഉണ്ട്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടു UK-യിൽ MBA ചെയ്യണേ കൊണ്ട് കാര്യമില്ല, MBA ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വർക്ക് കിട്ടില്ല. സത്യമാണ് ഒരു പരിധി വരെ, പക്ഷേ നമുക്ക് ഇതിന് വേറെ സൊല്യൂഷൻസ് ഉണ്ട്. ഇതിനെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ അതേപോലെ വ്യൂസ് ഒരുപാട് കയറുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ് വരുന്നത്. സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദ ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.